പ്രിയമുള്ളവരെ, നമ്മുടെ പാലാ സെൻറ് തോമസ് TTI കത്തീഡ്രൽ പള്ളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായത് 1934 നമ്മുടെ വിദ്യാലയം നവതിയിലേക്ക് കടക്കുകയാണ്. ഈ കാലയളവിനുള്ളിൽ അനേകർക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. പാലാക്കാരുടെ ദീർഘവീക്ഷണത്തിൻ്റെയും വിജ്ഞാനദാഹത്തിൻ്റെയും സാംസ്കാരിക ഔന്നത്യത്തിൻ്റെയും അടയാളമായി നിലകൊള്ളുന്ന നമ്മുടെ പാലാ സെൻറ് തോമസ് TTI അധ്യാപക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് അധ്യാപക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് LP വിഭാഗം അതിനോട് അറ്റാച്ച് ചെയ്തു. തുടർന്ന് 1981 UP വിഭാഗവും കൂടി നമ്മോട് ചേർത്തു. ഈ കാലയളവിനുള്ളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ TTIയിൽ പഠിച്ചിട്ട് പോയ കുട്ടികൾ സേവനം ചെയ്യുന്നുണ്ട്. പാലാ രൂപതയിലെ എല്ലാ സ്കൂളുകളിലും ഈ സ്ഥാപനത്തിൽ നിന്നും പരിശീലനം നേടിയ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സ്ഥാപനത്തിലെ പരിശീലനം കഴിഞ്ഞ അധ്യാപകരുണ്ട്. ഇപ്പോൾ 2000 പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ സമീപത്ത് നിന്നും കത്തീഡ്രൽ പള്ളിയുടെ സമീപത്തേക്ക് നമ്മുടെ വിദ്യാലയം മാറ്റി സ്ഥാപിച്ചു. പത്മശ്രീ മാത്യു M. കുഴുവേലി ആയിരുന്നു ആദ്യത്തെ ഹെഡ് മാസ്റ്റർ. നമുക്കറിയാം, ബാലസാഹിത്യത്തിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്ന അദ്ദേഹമായിരുന്നു മലയാള ഭാഷാ വിജ്ഞാന കോശത്തിൻ്റെ നിർമ്മാതാവ്. ദ്വിതീയ ഹെഡ് മാസ്റ്റർ ആകട്ടെ പാലാ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയൽ പിതാവ്. അങ്ങനെ പാരമ്പര്യത്തിൻ്റെയും പവിത്രതയുടെയും അടയാളമായി നമുക്ക് ഒരു പ്രകാശ ഗോപുരമായി തന്നെ നമ്മുടെ വിദ്യാലയം നിറഞ്ഞു നിൽക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി നടക്കുന്നതോടുകൂടി തന്നെ പാഠാനുബന്ധ പ്രവർത്തനങ്ങളും വളരെ കൃത്യതയോടെ നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പാക്കി വരുന്നു. കരാട്ടെ, ഡാൻസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ജനറൽ നോളജ്, ഇങ്ങനെയുള്ള വിവിധ ഇനങ്ങളിലും പഠനത്തോടൊപ്പം തന്നെ നമ്മൾ പരിശീലനം നൽകി വരുന്നു. മറ്റൊരു സന്തോഷ വാർത്ത എന്നുള്ളത്, നമ്മുടെ വിദ്യാലയം നവതിയിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ നമ്മളൊരു പുതിയ YouTube ചാനൽ ആരംഭിക്കുകയാണ്. നമ്മുടെ PTA കമ്മിറ്റി മെമ്പറായ എബിസൺ ആൻ്റണിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷ ദിനത്തിൽ YouTube ചാനൽ ആരംഭിക്കുകയാണ്. എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കട്ടെ. എല്ലാവരും വിദ്യാലയത്തോട് കൂടുതൽ അടുത്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു.